So hello friends, welcome back to Swam Vlogger. Swam Vlogger ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും. തംബ്നെയിലും ആദ്യത്തെ വീഡിയോ ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സെൻസർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാനിറ്റൈസറാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന്. ഇതേ നമ്മുടെ ഇപ്പോൾ ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട്. ഹായ് പറ. 5 വീഡിയോയിൽ ഞാനുണ്ട്. അവൻ്റെ വീഡിയോയിൽ എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാനിറ്റൈസർ സെൻസർ വെച്ച് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അധികം ഇവിടെ നിൽക്കേണ്ടത്. ആ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിൽക്കണ്ട. ഇവിടെ ഭയങ്കര പരാതിയാണ് ഗൈസ്. ഇതേ നല്ല മഴ വന്നിട്ടുണ്ട്. ലൈറ്റ് ഇത്തിരി കുറവായിരിക്കും. അപ്പൊ നമുക്ക് അധികം വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇത് മേളിലത്തെ ഇൻട്രോ വർച്ചിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെന്നാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് DC പമ്പ് എന്ന് പറയുന്ന സബ്മറൈൻ വാട്ടർ മോട്ടർ ആവശ്യമുണ്ട്. പിന്നെ ഇത് ഒരു 1K റെസിസ്റ്റർ ആണ്. പിന്നെ കേബിൾ, ഇത് അറിയാലോ, വയറ്. പിന്നെ നമ്മളൊരു ലെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് സോൾഡ് ചെയ്യുമ്പോൾ റെഡിയാക്കാൻ. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ വേണം. ഇതിലാണ് നമ്മൾ സാനിറ്റൈസർ നിറച്ച് ബാക്കി എല്ലാ പരിപാടി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു സിപ്റ്റ ആവശ്യമുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരും. പിന്നെ ഇതേപോലത്തെ ഒരു അതിൻ്റെ നിബുണ്ടല്ലോ, നമ്മുടെ പേനയുടെ ഒക്കെ ആ സാധനം ആവശ്യമുണ്ട്. പിന്നെ ഒരു സെൻസർ ആവശ്യമുണ്ട്, സെൻസർ. പിന്നെ ട്യൂബ്, ഇത് നിങ്ങൾക്കറിയാലോ, ട്യൂബാണ്, ട്യൂബ്. പിന്നെ ആവശ്യം വരുന്നത് ഇതാണ്. ഇതൊരു TIP 32C എന്ന് പറഞ്ഞ ഇതാണ്, ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ നമുക്ക് ഇത് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഈ ഫുൾ സെറ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇത് മേടിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഡയഗ്രാമും കൂടി കിട്ടും. ഡയഗ്രാം ഒന്ന് അടുത്തോട്ട് കാണിച്ചോളൂ. ഇതാണ് ഡയഗ്രാമും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പണിയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞു, വിളിക്കാൻ നമ്മൾ പറഞ്ഞുപോയി. സയാനെ വിളിക്കാണ്ട്. സയാനെ, വാ, ഇവിടെ വന്നിരിക്കും. അപ്പൊ നമ്മുടെ സയാന എത്തിയിട്ടുണ്ട്. സയാൻ ഇതില് നമുക്ക് സഹായിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, സയാൻ റെഡിയല്ലേ? റെഡിയോ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിലൊരു വലിയ തുളയും ചെറിയൊരു തുളയും ഇടണം. അതിനായി നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു വലിയ തുള, നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. അല്ല, ഫസ്റ്റ് ഒരു ചെറിയ തുള നമ്മളിട്ട് ഇനി ഒരു വലിയ തുള. അത് ചെറിയ തുള എന്ന് വെച്ചാൽ ഗൈസിന്റെ വലിയ തുള ഇതിനാണ്. ഓക്കെ. പിന്നെ ഈ മോട്ടറിന്റെ ഈ വയറുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് ഈ തുളയിൽ കൂടി ആയിരിക്കും വന്നെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ സെൻസർ നമുക്ക് ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശം. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് തുള ഇട്ടിട്ട് വിളിക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുവിധം സോൾഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സോൾഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വയറിന്റെ ഇവിടെയാണ്. ഒരുവിധമൊക്കെ ചൂടായി. നമ്മൾ മറ്റേ സോൾഡിങ് കാണിച്ചില്ല, കാരണം അങ്ങാനിങ്ങനെ കാണിച്ചു എന്തെങ്കിലും പറ്റിയാലോ. നമുക്കെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ഇത് റെഡി ആക്കിയിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ആണ് എന്നുള്ളത്. കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശമൊക്കെ റെഡിയായി. ഇപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഓക്കെ. ആദ്യം തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മുടെ സെൻസർ ഇവിടെ ഒപ്പിച്ചു. സെൻസറിൻ്റെ ഇവിടെ നിന്നതാ ഔട്ടിൽ നിന്ന് മഞ്ഞ വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ GNDന്ന് ഓറഞ്ച് വയർ കൊടുത്ത്. പിന്നെ VCC അതിൽ നിന്ന് നമ്മൾ റെഡ് വയറും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വയർ നേരെ പോയേക്കണത് ഈ ഒരു നമ്മുടെ
ഇത് കണ്ടോ ചാർജിങ് കേബിളിന്റെ ആ കേബിളിലോട്ടാണ് അത് പോയേക്കുന്നത്. പിന്നെയുള്ളത് ട്രാൻസിസ്റ്ററിന്റെ 3 പേരും ഏറ്റവും ലാസ്റ്റത്തേക്ക് നമ്മൾ ബ്ലാക്ക് കൊടുത്തു, ബാക്കി 2 നമ്മൾ വെള്ളം തന്നെ കൊടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസിസ്റ്റർ ഇതാ കണ്ടോ, റെസിസ്റ്ററിലോട്ട് ഇപ്പുറത്തെ മഞ്ഞ വേറെ പോയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, അപ്പം എല്ലാം ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ടോ നമ്മൾ. കണ്ടോ മോട്ടറിന്റെ വയർ വന്ന് മോട്ടറിന്റെ വയർ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടിപ്പ്, വേനയുടെ ടിപ്പ് നമുക്കില്ല ആവശ്യം വരുന്നില്ല. ഞാൻ തന്നെ ലിങ്കിൽ കൂടെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതേപോലൊരു സാധനം അവർ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ എല്ലാ പരിപാടിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഡയഗ്രാം ഞങ്ങൾ കൊടുക്കാം, ഡയഗ്രാമിൽ പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഡയഗ്രാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിൽ നോക്കി നന്നായിട്ട് ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയുള്ള ഒരു പൂജാർമ്മ വെച്ചാൽ സാനിറ്റൈസർ അത് നടക്കാണ്. അതെ സയാൻ ഇവിടെ എന്തോ ചപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കോലുമിട്ടായി. അപ്പോഴാ സാനിറ്റൈസർ എലിയസ് ജാക്കി നമ്മൾ നടക്കാൻ പോവാണ്. ഓ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ അതിന് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി റെഡിയാക്കും. ഓക്കെ, ഏകദേശം കളറൊക്കെ പോയിട്ടില്ലെങ്കിലും സീനില്ല അല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇത്തിരി കൂടി ഒഴിക്കാം അല്ലേ. ഇത്ര ഒഴിച്ചാൽ മതി. നമുക്ക് കളറൊന്നും വലിയ രസമില്ല, അതിന് സീനില്ല. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളിതിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് എല്ലാം സെറ്റാക്കി ഒടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും തട്ടിമുട്ടി എവിടെയെങ്കിലും ഷോർട്ടായാൽ പിന്നെ അത് മതി ഗൈസ്. ഓക്കെ, ഇട്ടു. നമുക്ക് ഇതൊന്ന് തിരിച്ച് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, എല്ലാം സാധനങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ആദ്യം ഞാൻ തന്നെ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മള് ഇത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഓണാക്കണതാണ്. ഇത് വർക്ക് ചെയ്യുമോ അതോ രണ്ടും കൂടി കത്തി പൊളിഞ്ഞു പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഐശ്വര്യമായിട്ട് സ്വിച്ച് ഓണാക്കി. ഇനി നമുക്ക് നോക്കാം. നിറച്ച് സാനിറ്റൈസർ വന്നേക്കണത് അവിടെ അല്ലടാ, ഇങ്ങനെ വെക്ക്. സാനിറ്റൈസറിന്റെ അളവ് ഇത്തിരി കൂടിയായിരുന്നു വന്നേതാ. ഇത് കണ്ട അടിപൊളിയായിട്ട് വർക്കിംഗ്. സോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീനാണ്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു, എല്ലാം മനസ്സിലായെന്ന് എനിക്ക് കരുതുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഡയഗ്രാം കൊടുക്കാം. ഡയഗ്രാം നിങ്ങൾ പോയി കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് കറണ്ടിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ ഇത് നമുക്ക് കുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോണ്ട്, എന്നാലും സീനില്ല. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. പവർ ബാങ്ക് ഇതിൽ കുത്തുമ്പോൾ നമ്മൾ സെൻസർ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ വൈസ്, ഇതെല്ലാം സാധനമാണ്, വെറുതെ സീൻ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കറങ്ങിയടിച്ച് പൊട്ടിക്കുക. പിന്നെ സയാൻ പറ എന്തെങ്കിലും പറ. സയാൻ ഇഷ്ടമല്ല ഈ സാധനം, ഇഷ്ടമല്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാനുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സ്വാൻ സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.